ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വർക്കിംഗ് ഓഫ് സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ എന്നുള്ള ടോപ്പിക്കാണ്. ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിൻ്റെ വർക്കിംഗ് നമുക്ക് മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പാർട്സ് എന്തൊക്കെയാണ് നമുക്ക് ആദ്യം അറിയണം. മെയിൻ പാർട്സ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഉണ്ടാവും. ഇവിടെ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ എന്ന് പറയുന്നത്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സ്റ്റേഷനറി കേസിംഗ് ആണ്. ഈ ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുള്ളതാണ് സ്റ്റേഷനറി കേസിംഗ്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂസറാണ്. ഈ ബ്ലൂ കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ഡിഫ്യൂസർ എന്നുള്ള പോർഷൻ. ഇനി ഇമ്പല്ലറിൻ്റെ ഇൻലെറ്റും ഷാഫ്റ്റിൻ്റെ ഇടയ്ക്കുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ ഐ ഓഫ് ഇമ്പല്ലർ എന്ന് പറയുക. ഈ ഐ ഓഫ് ഇമ്പല്ലറിൽ കൂടിയാണ് എയർ ഇമ്പല്ലറിലേക്ക് എൻ്റർ ചെയ്യുന്നത്. എയർ എൻ്റർ ചെയ്യുന്നത് റേഡിയലായിട്ടാണ്. ഇമ്പല്ലറിൽ എയർ എൻ്റർ ചെയ്യുന്ന റേഡിയലായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഷോക്ക് ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ആദ്യം ഇമ്പല്ലറിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഇമ്പല്ലറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഒരു ഡൈവേർജിങ് പോർഷനാണ്. ഈ ഡൈവേർജിങ് പോർഷനെയാണ് നമ്മൾ ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ഈ ഡിഫ്യൂസറിന് ശേഷം എന്ന് പറയുന്നത് ഒരു വൊല്യൂട്ട് കേസിംഗ് ആണ്. വൊല്യൂട്ട് കേസിങ്ങിൻ്റെ കൂടിയാണ് കംപ്രസ്ഡ് എയർ ഡെലിവറി പോയിന്റിലേക്ക് എത്തുന്നത്. ഒരു എയർ കംപ്രസറിൽ എയർ കംപ്രസ് ചെയ്യുന്നത് രണ്ട് സ്റ്റേജിലായിട്ടാണ്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്പല്ലറിലും രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫ്യൂസറിലുമാണ്. ഇമ്പല്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റേഡിയൽ വെയിൻസ് ഹൈ സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇമ്പല്ലറിൽ കൂടി എയർ ട്രാവൽ ചെയ്യുമ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് കാരണം എയറിൻ്റെ മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യും. മൊമെൻറ്റം ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാറ്റിക് പ്രഷർ, ടെമ്പറേച്ചർ, വെലോസിറ്റി എന്നിവയെല്ലാം ഇൻക്രീസ് ആവും. ഇതാണ് ഫസ്റ്റ് സ്റ്റേജിലുള്ള പ്രഷർ റൈസ്. ഇനി ഇമ്പല്ലറിൻ്റെ ശേഷം എന്ന് പറയുന്നത് ഒരു ഡിഫ്യൂസർ പാസേജ് ആണ്. ഡിഫ്യൂസർ പാസേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ ഏരിയ കൂടി വരുന്ന ഒരു പാസേജ് ആണ്, അല്ലെങ്കിൽ ഡൈവേർജിങ് പാസേജ് ആണ്. ഇങ്ങനെയുള്ള ഒരു ഏരിയയിൽ കൂടി എയർ ഫ്ലോ ചെയ്യുമ്പം വെലോസിറ്റി കുറയും. വെലോസിറ്റി കുറഞ്ഞാൽ കൈനറ്റിക് എനർജി കുറയും. കൈനറ്റിക് എനർജി കുറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്രഷർ റൈസ് ഉണ്ടാവും. ഇങ്ങനെയാണ് രണ്ട് സ്റ്റേജിലായിട്ട് പ്രഷർ റൈസ് ഉണ്ടാകുന്നത്. ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഇമ്പല്ലറിലാണ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫ്യൂസർ പാസേജിലാണ്. ഇനി ഈ പ്രഷർ റൈസിന് നമുക്ക് ഈ ഒരു ഡയഗ്രാം വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇവിടെ ഇമ്പല്ലറിലും ഡിഫ്യൂസറിലും പ്രഷറിനും വെലോസിറ്റിക്കും എന്ത് ചേഞ്ച് ഉണ്ടാവും എന്നാണ് കാണിച്ചിരിക്കുന്നത്. ചേഞ്ച് ഇൻ പ്രഷർ ആൻഡ് വെലോസിറ്റി ഇൻ ഇമ്പല്ലർ ആൻഡ് ഡിഫ്യൂസർ. ഫസ്റ്റ് നമ്മൾ ഇമ്പല്ലറാണ് കൺസിഡർ ചെയ്യുന്നത്. ഇമ്പല്ലറിൽ കൂടി എയർ ട്രാവൽ ചെയ്യുമ്പോൾ എയറിൻ്റെ പ്രഷറും അതുപോലെ വെലോസിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ ഇൻക്രീസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് P1 to P2 ഇൻക്രീസിങ് ആണ് പ്രഷർ. അതുപോലെ വെലോസിറ്റി V1 to V2 ഇൻക്രീസിങ് ആണ്. ഇനി ഡിഫ്യൂസർ പാസേജിൽ സംഭവിക്കുന്നത് ഫ്ലോ ഏരിയ കൂടുന്നുണ്ട്, വെലോസിറ്റി കുറയും. V2 to V3 വെലോസിറ്റി കുറയാണ് ചെയ്യുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പ്രഷർ P2 to P3 പ്രഷർ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്പല്ലറിൽ പ്രഷർ റൈസ് ഉണ്ടാകുന്നു. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ഡിഫ്യൂസറിൽ പ്രഷർ റൈസ് ഉണ്ടാകും. ഇങ്ങനെയാണ് ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിൽ നമുക്ക് വേണ്ട റിക്വയർഡ് പ്രഷർ നമ്മൾ അറ്റൈൻ ചെയ്യുന്നത്. ഇനി നമ്മൾ സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ നമ്മൾ കമ്പയർ ചെയ്യുന്നത് ഒരു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസറുമായിട്ടാണ്. അങ്ങനെ കമ്പയർ ചെയ്യുമ്പം ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് സിമ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആവും. അതുപോലെ റിലയബിലിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതുപോലെ സ്റ്റാർട്ടിംഗ് ടോർക്ക് കമ്പയർ ടു റെസിപ്രോക്കേറ്റിംഗ് എയർ കംപ്രസർ എന്ന് പറയുന്നത് കുറഞ്ഞൊരു സ്റ്റാർട്ടിംഗ് ടോർക്ക് മതി. അതുപോലെ തന്നെ മൂവിങ് കമ്പോണൻസ് പറയുന്നത് സെൻട്രിഫ്യൂഗൽ കംപ്രസറിൽ വളരെ കുറവാണ്. അതായത് വാൽവുകൾ, പിസ്റ്റൺ, സിലിണ്ടർ അറേഞ്ച്മെൻറ്റ്, അതുപോലെ കണക്റ്റിംഗ് റോഡ്, ക്രാങ്ക് എന്നിവ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മൂവിങ് പാർട്സ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓയിൽ ഫ്രീ കംപ്രസർ ബൈ ഡിസൈനിന് ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിന് പറയാം. ഇതിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മോഡറേറ്റ് പ്രഷർ റേഷ്യോ, അതായത് 4 to 6 എന്നുള്ള പ്രഷർ റേഷ്യോ ആണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് വേണ്ടതെങ്കിൽ നമുക്കൊരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസും ഫ്ലക്ച്വേഷൻ കുറവുള്ളതുമായിട്ടുള്ള എയർ ആണ് ഔട്ട്പുട്ടിൽ വേണ്ടതെങ്കിൽ നമുക്കൊരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ ഉപയോഗിക്കാം. അതുപോലെ എയർ ഡെലിവറി, ക്വാണ്ടിറ്റി ഓഫ് എയർ ഡെലിവറി എന്ന് പറയുന്നത് മോർ ദാൻ 50 m3/s ആണ് നമ്മൾ റിക്വയർമെൻ്റ് എങ്കിൽ ആ കണ്ടീഷനിൽ നമുക്കൊരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെലോസിറ്റി ട്രയാങ്കിൾ ഓഫ് സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസർ എന്ന ടോപ്പിക്കാണ്. ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ഒരു ഇമ്പല്ലറിൻ്റെ ഒരു പോർഷൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇമ്പല്ലർ വെയിനും കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇമ്പല്ലർ വെയിനിൽ ഈ പോയിന്റ് എന്ന് പറയുന്നത് ഇൻലെറ്റ് ടിപ്പാണ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് എക്സിറ്റ് ടിപ്പാണ്. നമ്മൾ വെലോസിറ്റി ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഇൻലെറ്റ് ടിപ്പിൽ നമ്മൾ ആദ്യം ഒരു ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. ടാൻജൻറ്റ് അറ്റ് ഇൻലെറ്റ് ടിപ്പ്, ഈ ലൈൻ എന്ന് പറയുന്നത് ഇൻലെറ്റ് ടിപ്പിന് ടാൻജൻ്റ് ആയിട്ടുള്ള ലൈനാണ്. അതുപോലെ എക്സിറ്റിൽ ടാൻജൻറ്റ് അറ്റ് ഔട്ട്ലെറ്റ് ടിപ്പ്, ഈ ലൈൻ എന്ന് പറയുന്നത് എക്സിറ്റിലെ ഔട്ട്ലെറ്റ് ടിപ്പിന് ടാൻജൻ്റ് ആയിട്ടുള്ള ലൈനാണ്. ഇനി ഇൻലെറ്റിലേക്കുള്ള റേഡിയസ് എന്ന് പറയുന്നത് R1 ആണ്, ഔട്ട്ലെറ്റിലേക്കുള്ള റേഡിയസ് R2 ആണ്. ഇനി ഒരു
ഇമ്പല്ലറിലേക്ക് വരുന്ന എയറിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് V1 ആണ്. അതിന് നമ്മൾ അബ്സല്യൂട്ട് വെലോസിറ്റി ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് എന്ന് പറയുന്നു. അതുപോലെ ഇൻലെറ്റ് ടിപ്പിന് ഒരു ടാൻജൻഷ്യൽ വെലോസിറ്റി ഉണ്ടാവും, കാരണം ഇമ്പല്ലർ എന്ന് പറയുന്നത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വിത്ത് ആംഗുലാർ വെലോസിറ്റി ഒമേഗ. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടാൻജൻഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് U1 ആണ്, ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ഇമ്പല്ലർ അറ്റ് ഇൻലെറ്റ്. രണ്ട് വെലോസിറ്റികളുണ്ട് ഇവിടെ. ഒന്ന് എയറിൻ്റെ വെലോസിറ്റി അബ്സല്യൂട്ട് വെലോസിറ്റി, അതുപോലെ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ഇൻലെറ്റ് ടിപ്പ് എന്ന് പറയുന്നത് U1. അങ്ങനെയാണെങ്കിൽ എയർ എൻ്റർ ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റിയിലായിരിക്കും. അതായത് അബ്സല്യൂട്ട് വെലോസിറ്റിയുടെയും ടാൻജൻഷ്യൽ വെലോസിറ്റിയും വെക്റ്റർ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു വെലോസിറ്റിയിലായിരിക്കും എയർ എൻ്റർ ചെയ്യുന്നത്. ആ വെലോസിറ്റി നമ്മൾ റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നു, VR1. ഈ VR1ഉം ടാൻജൻഷ്യൽ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റയാണ്. ഇതിനെ ഇമ്പല്ലർ ബ്ലേഡ് ആംഗിൾ എന്ന് പറയുന്നു. അതുപോലെ അബ്സല്യൂട്ട് കമ്പോണൻറ്റും ടാൻജൻഷ്യൽ ഡയറക്ഷനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഗൈഡ് ബ്ലേഡ് ആംഗിൾ. ഇനി നമ്മൾ ഔട്ടർ ടിപ്പ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ V2 എന്ന് പറയുന്നത് അബ്സല്യൂട്ട് വെലോസിറ്റി അറ്റ് ഔട്ട്ലെറ്റ് ആണ്. U2 എന്ന് പറയുന്നത് ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ഔട്ട്ലെറ്റ് ടിപ്പാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വെക്റ്റർ ഡിഫറൻസ് ആയിരിക്കും റിലേറ്റീവ് വെലോസിറ്റി VR2. ബീറ്റയും ഫൈയും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത പോലെ തന്നെയാണ്. V2ഉം ടാൻജൻഷ്യൽ ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റയാണ്. അതുപോലെ റിലേറ്റീവ് കമ്പോണൻറ്റും ടാൻജൻഷ്യൽ ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ഫൈ ആണ്. തീറ്റ ഫൈ എന്ന് പറയുന്നത് ഇമ്പല്ലർ ബ്ലേഡ് ആംഗിളാണ്. അതായത് റിലേറ്റീവ് വെലോസിറ്റീസും ടാൻജൻഷ്യൽ ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. അതുപോലെ ആൽഫ ബീറ്റ എന്ന് പറയുന്നത് ഗൈഡ് ബ്ലേഡ് ആംഗിൾസ് ആണ്. അതായത് വെലോസിറ്റിയും അബ്സല്യൂട്ട് വെലോസിറ്റി കമ്പോണൻറ്റും ടാൻജൻഷ്യൽ ഡയറക്ഷനായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫയും ബീറ്റയും. അബ്സല്യൂട്ട് വെലോസിറ്റിയുടെ ടാൻജൻഷ്യൽ കമ്പോണൻറ്റിനെ വേൾഡ് കമ്പോണൻ്റ് എന്നും അതുപോലെ നോർമൽ കമ്പോണൻറ്റിനെ ഫ്ലോ കമ്പോണൻ്റ് എന്നാണ് നമ്മൾ പറയുക. ഇവിടെ എയർ എൻ്റർ ചെയ്യുന്ന റേഡിയൽ ആയതുകൊണ്ടാണ് ആൽഫ = 90 ഡിഗ്രി ആയത്. അതുപോലെ VW എന്നത് 0 ആയതും. അങ്ങനെയാണെങ്കിൽ V1 = VF ആണ്, ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ. ഇനി എക്സിറ്റ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ V2ൻ്റെ ടാൻജൻഷ്യൽ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻ്റ് ആണ് VW2. അതുപോലെ അതിന് നോർമൽ ആയിട്ടുള്ള ഡയറക്ഷണൽ വെലോസിറ്റി കമ്പോണൻ്റ് ആണ് VF2. നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത് മിനിമം ഷോക്ക് കണ്ടീഷനാണ്. ഒരു സെൻട്രിഫ്യൂഗൽ എയർ കംപ്രസറിൽ എയർ എൻ്റർ ചെയ്ത് ലീവ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവേണ്ട ലോസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഷോക്ക് എന്ന് പറയുന്നത് എക്സിറ്റിലും അതായത് ഇൻലെറ്റിലും എക്സിറ്റിലും മിനിമം ആയിരിക്കണം. അതിനുവേണ്ടി നമ്മൾ അസ്യൂം ചെയ്യുന്നത് എയർ എൻ്റർ ചെയ്യുന്നത് റേഡിയൽ ആയിട്ടാണെന്നാണ് അസ്യൂം ചെയ്തിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആൽഫ = 90 ഡിഗ്രി ആയത്. അതുപോലെ തന്നെ ബ്ലേഡ് മസ്റ്റ് ബി പാരലൽ ടു ദ റിലേറ്റീവ് വെലോസിറ്റീസ് ഓഫ് എയർ അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടു അവോയ്ഡ് ഷോക്ക് അറ്റ് എൻട്രി ആൻഡ് എക്സിറ്റ്. ഈ റിലേറ്റീവ് വെലോസിറ്റി കമ്പോണൻസ് എന്ന് പറയുന്നത് ഈ ബ്ലേഡിന് പാരലായിട്ടാണ് നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. നോക്കുക, ഈ ബ്ലേഡിൻ്റെ ഇൻലെറ്റിന് പാരലായിട്ടാണ് VR1 റിലേറ്റീവ് വെലോസിറ്റി അറ്റ് ഇൻലെറ്റ് വരച്ചിരിക്കുന്നത്. അതുപോലെ ഇവിടെ എക്സിറ്റിൽ ഇതിന് പാരലായിട്ടാണ് റിലേറ്റീവ് വെലോസിറ്റി അറ്റ് എക്സിറ്റ് നമ്മൾ വരച്ചിരിക്കുന്നത്. ഇതിന് നമ്മൾ ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇതിന് നമ്മൾ എക്സിറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എന്ന് പറയുന്നു. ഇതിനെ ബീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്പല്ലറിൻ്റെ എക്സിറ്റ് എന്ന് പറയുന്നത് ഡിഫ്യൂസറിൻ്റെ ഇൻലെറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ബീറ്റ എന്ന് പറയുന്നത് ഇൻലെറ്റ് ആംഗിൾ ഓഫ് ഡിഫ്യൂസർ എന്നും പറയാറുണ്ട്.